സ്വരാജിനൊരു ക്രൗഡിനെ പുള്ള് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആണ് സതീശൻ. അതേസമയത്ത് പിണറായി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു പേടിപ്പിച്ചിരുത്തുന്ന, നമ്മളോട് കടക്കുറത്തൊക്കെ പറഞ്ഞിട്ടില്ല, എല്ലാത്തിനോടും ഒരു ഞാനാണ് ഒരു വലിയ സംഭവം എന്നൊരു മൂഡ് പൊള്ളിക്കേണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നിലപാട് എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, പാലക്കാട് MLA കാര്യം. അപ്പോൾ അതിലെന്ത് ഷാഫി നിലപാടെടുത്തു എന്നുള്ളതാണ്. മറ്റാരേക്കാളും ഒരു അധിക ബാധ്യത ഷാഫിക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് അഭിപ്രായം പറയാൻ. നമ്മളെ മറ്റേ വീഡിയോയിൽ ജോൺ ബ്രിട്ടാസ് പാർലമെന്റ് സംസാരിക്കുമ്പോൾ മറ്റേ റഹീമിന്റെ എല്ലാവർക്കും വേണം, അതിലൊരു പുക്കി വീഡിയോ ആയിരുന്നു. പിണറായിയുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ കെട്ടിപ്പിടിക്കുക, സെൽഫി എടുക്കുക, എല്ലാവരുടെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നു. റീൽസ് ഷാഫി അവിടെ പോകുന്നു, കുറച്ച് മ്യൂസിക് ഒക്കെ കയറ്റി, ഷാഫി സ്ലോ മോഷനൊക്കെ പോകുന്നു. അതെ, അപ്പൊ ലൈക്ക് വരുന്നു, ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നു. ആക്ച്വലി സ്വന്തം കുടുംബത്തിൽ സ്വന്തം പൊളിറ്റിക്സ് പോലും പറയാൻ പറ്റാണ്ട് നിൽക്കുന്നൊരു വലിയ അർത്ഥമില്ലല്ലോ. ചക്കം ചിഞ്ചക ചക്കം മണിത്തുമ്പപ്പൂവിൻ തേനും തായോ ചിഞ്ചക ചക്കം ചക്കം ചിഞ്ചക ചക്കം. എടേ ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാം, രസമുണ്ട്. നമ്മളിങ്ങനെ പുതിയ പുതിയ ഡ്രസ്സൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ മാറ്റി മാറ്റി പിടിക്കുന്നുണ്ടല്ലേ ഓരോ ട്രെൻഡിനനുസരിച്ച്. ഇലക്ഷനൊക്കെ വരുമ്പോൾ നമ്മള് സ്ഥാനാർത്ഥികള് എപ്പോഴും വെള്ളയും വെള്ളയിട്ട് മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അവർക്കൊന്ന് മാറ്റി പിടിച്ചൂടെ? വെറും വെള്ളമല്ല കേട്ടോ, അത് ബ്രാൻഡഡ് ലിനൻ പോലെയൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, പൂക്കളുള്ള ഷർട്ട്, കളർഫുൾ ആയിട്ടുള്ള ഷർട്ട്, ഇതൊക്കെ ഇട്ടിട്ട് ഇറങ്ങണ്ടേ? നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ അക്സെപ്റ്റ്, നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ വേറെ നല്ല ഒരു ചിൽ മൂഡിൽ വന്നു വെച്ചാൽ നമ്മളെ നാട്ടിലെ ആൾക്കാരൊക്കെ ആ ഒരു ഇത് കൊടുക്കുമോ? അതൊക്കെ വെറും തോന്നല. ഈ ചെറിയ പിള്ളേരുണ്ടല്ലോ, ചെറിയ പിള്ളേരെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വോട്ട് ചെയ്യുന്നില്ല. അതെന്താ? അവർക്ക് വലിയ താല്പര്യമില്ല. അത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പ്രായമുള്ള ആൾക്കാർക്ക് പറ്റിയതാ. അമ്മാവന്മാരൊക്കെ അതിനകത്ത്. ഈ ഷാഫിനെ കണ്ടിട്ടില്ലേ, മറ്റേ പൂക്കളുള്ള ഷർട്ടും ചെക്സുള്ള ഷർട്ടും അങ്ങനെ കിട്ടുന്നത് കാണാറ്. പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ ശശി തരൂര. നല്ല കളർഫുൾ കുർത്തയും കളർ ഷോളും സ്വാഗ് ആയിട്ട് ഒരു ഷെയ്ഡ്സും വെച്ച് ഇങ്ങനെ സൊഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ്. നല്ല ഡ്രസ്സാണ്. ശശി തരൂരിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അല്ലേ, സൊഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ് ആണ്. ഫ്ലോസിനോസിൻ ഫിലിപ്പിക്കേഷൻ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പോവാ. പക്ഷെ സ്വരാജിന്റെ അത്രയും വരില്ല. ഓ, സ്വരാജ് പുള്ളി പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഭയങ്കര നമുക്കൊരു പൊളിറ്റിക്കൽ ലീഡറിനോട് തോന്നിയ ഒരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് സ്വരാജിനോടാണ്. പക്ഷെ അതങ്ങനെ പറഞ്ഞിട്ടും കാര്യം ഉണ്ടായില്ലല്ലോ. അതല്ലല്ലോ, നമുക്ക് ഇപ്പം എല്ലാം നല്ലത് നടക്കണമെന്നില്ലല്ലോ. ഇപ്പം പറയുന്ന രാഹുൽ ഗാന്ധി നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിച്ചല്ലേ ഒരു തിരിച്ചുവരവുണ്ടാവും, SIR കള്ളവോട്ട്, പിന്നെ കാശ്മീർ വരെ നടന്ന യാത്ര, ഇതൊക്കെ എന്തായിരുന്നു. പക്ഷെ നീ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ രാഹുൽ ഗാന്ധിനെ വിഷയം സംസാരിച്ചപ്പോൾ ഭയങ്കര ക്രഷ് തോന്നുന്ന ഒരു മനുഷ്യനാന്നൊക്കെ. എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ സ്വരാജിനൊരു ക്രൗഡിനെ പുള്ള് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പുള്ളി ഒരു ഓഫ്ലൈൻ കക്ഷിയല്ലേ. നല്ല കണ്ടന്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നല്ല നല്ല ഭാഷയുണ്ട്. പക്ഷെ ആൾക്കാരോട് കണക്ഷൻ ഇല്ലല്ലോ, ഒരു ഓഫ്ലൈൻ അല്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വർത്തമാന കാല ഇന്ത്യയിൽ നുണരാജ്യം ഭരിക്കുമ്പോൾ സത്യം സെൻസർ ചെയ്യപ്പെടും, അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര മലയാളത്തിൽ പറയുന്നതും അതേസമയം അവർ കുറച്ചുകൂടെ കണക്ട് ചെയ്ത് പറയുന്നത് വർക്ക് ആവുന്നതും മറ്റേതായിരിക്കില്ലേ. ക്രൗഡിന് ഇങ്ങനെ ഒരു നല്ല മലയാളം കേൾക്കാൻ വേണ്ടി പ്രസംഗത്തിന് വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ഷാഫി ആയിരിക്കും. ഷാഫിനോടാണ് കുറച്ചും കൂടെ താല്പര്യം. അല്ല, അങ്ങനെയല്ല, ഭാഷ നോക്കുമ്പം ഈ ഒരു സാധാരണക്കാരെ ഇങ്ങനെ ഈ പറഞ്ഞ ഒരു ക്രൗഡ് ഉണ്ടാക്കാൻ സ്വരാജിന്റെ ആ ഒരു ഭാഷ കുറച്ചും കൂടി എലീറ്റ് സ്വഭാവമുള്ള ഒരു ഭാഷയായിട്ടാണ്. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നു. റീൽസ് ഷാഫി അവിടെ പോകുന്നു, കുറച്ച് മ്യൂസിക് ഒക്കെ കയറ്റി, ഷാഫി സ്ലോ മോഷനൊക്കെ പോകുന്നു. അതെ, അപ്പൊ ലൈക്ക് വരുന്നു, ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നു. സനുവിന് ആരെയാ കൂടുതൽ താല്പര്യം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരും താല്പര്യം, എല്ലാവരും ആരും താല്പര്യമില്ല. എനിക്ക് ഷാഫി പറമ്പിലിനായിരിക്കും താല്പര്യം. കാരണം ഷാഫി പറമ്പിൽ ഒരു മാസ് ഉണ്ട്. ഇപ്പം നമ്മൾ കരിയർ ലാഡർ എന്ന് പറയുന്ന പ്രോഗ്രാമിലൊക്കെ ഇങ്ങനെ പറയില്ലേ, ഇപ്പം ഷാഫി പറമ്പിൽ ഒരു ഫുഡാണെങ്കിൽ ഏത് ഫുഡായിരിക്കും ഷാഫി പറമ്പിൽ എന്ന് വെച്ചാൽ ഇപ്പം എന്നോട് വെച്ചാൽ ഞാൻ ഒരു ബിരിയാണിയാണ്, കുറേ ലേയേഴ്സ് ഉള്ള, അതായത് കുറേ എന്തൊക്കെ ഫ്ലേവർ ഉള്ള, എന്നാൽ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് വേണം. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഷാഫി പറമ്പിൽ. അല്ല, അരീജയുടെ മന്തി ആരാണ്? കേരളത്തിൽ എനിക്കങ്ങനെ ഭയങ്കര താല്പര്യമുള്ള ആരും ഇല്ലെന്നൊക്കെ ഞാനിങ്ങനെ പറയാം. അല്ല, എനിക്ക് രാഹുൽ ഗാന്ധിനെ മാത്രം മതി. ഞാൻ ലോയലാണ്, എപ്പോഴും ലോയലായിട്ടിരിക്കും. കുറെ വർഷം പുള്ളി കെട്ടിട്ടില്ല, ഞാനും കെട്ടിട്ടില്ല, സിംഗിളാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഇലക്ഷനിലെ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ ബീഫ് കഴിക്കുന്ന ആൾക്കാർ, നമ്മൾ പറഞ്ഞ BJP-ക്കാർക്ക് ബീഫ് പറ്റില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ബീഫ് കൊടുത്താൽ വേണ്ടെന്ന് പറയാം.
ഈ പറഞ്ഞ സുരേഷ് ഗോപിന്റെ എന്തോ വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിട്ടുണ്ടായിരുന്നല്ലേ? പണ്ടെങ്ങാണ്ട് ബീഫ് കഴിച്ച സുരേന്ദ്ര ഉള്ളിക്കറി മാത്രമേ കഴിക്കാറുള്ളൂ. ഉള്ളിയാണ്. പക്ഷെ ആണുങ്ങളായിട്ടുള്ള പൊളിറ്റീഷ്യൻസിന്റെ കോസ്റ്റ്യൂമിനെ പറ്റി പറഞ്ഞല്ലോ, സ്ത്രീകൾ അതിൽ മുന്നിലുള്ള ആളുകളുണ്ട് കേട്ടോ. നമ്മളിപ്പം മെഹ്ബൂബ മൈത്രയുടെ ഒക്കെ സാരികളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. അവരവരുടെ ബംഗാളിലെ ട്രഡീഷണൽ സാരിയൊക്കെ കൊടുത്തവരും, അതുപോലെ കനിമൊഴിയുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മള് കങ്കണ റണൌത്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്ത്രീയാണ്. പക്ഷെ വാ തുറക്കരുത്, വാ തുറന്ന കുറച്ച് സീനാണ്. പക്ഷെ ഭയങ്കര രസമാണ് അവര് വരുന്ന, അവരുടെ ഹെയർ, അവരുടെ സാരി സെലക്ഷൻസ് എല്ലാം ഭയങ്കര രസമാണ്. അവരുടെ മൊത്തൊരു വെസ്റ്റേണൈസ്ഡ് ഉണ്ട്, എന്നാൽ അതിന്റെ ഇടയിൽ കൂടെ ഒരു ഇന്ത്യൻ ടച്ചും ഉണ്ട്. അതേപോലെയാണ് ബജറ്റിന് വരുന്ന നിർമ്മല സീതാരാമൻ. പുള്ളിക്കാരുടെ സാരി സെലക്ഷൻസ് എല്ലാം അടിപൊളിയാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുപോലെ പ്രിയങ്കയുടെ ഹെയർ കട്ട്സ്, എനിക്ക് അങ്ങനെ ഹെയർ കട്ട് ചെയ്ത് നടക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിലെ തൊട്ട് നാഷണൽ മീഡിയ എടുത്തോണ്ട് പോയാലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജെബി മേത്തറിന്റെ ഒരു ശൈലി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വൈറ്റിൽ എപ്പോഴും പല കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് എപ്പോഴും ഇടുക. അവരുടെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ അവരെപ്പോഴും പ്രത്യക്ഷപ്പെടാറ്. ഞാൻ ഈ അടുത്ത് അവർ ഇലക്ഷൻ്റെ സമയത്താന്ന് തോന്നുന്നു അവരുടെ കോസ്റ്റ്യൂംസിനെ കുറിച്ചൊരു സ്റ്റോറി തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ അമ്മയാണ് അത് ചെയ്തു കൊടുക്കുന്നത്. ഒരു വെള്ള തുണിയിൽ അതിങ്ങനെ നെയ്ത് അങ്ങനെ ചെയ്യുന്ന കോസ്റ്റ്യൂംസാന്ന് പറഞ്ഞിട്ട്. നിങ്ങളെല്ലാരും വോട്ട് ചെയ്യാറുണ്ടോ? എല്ലാം മുടങ്ങാതെ ചെയ്യും. ഇപ്പോഴും ബാക്കിയുണ്ട്. ശരി. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ച കുറച്ച് പിള്ളേരെ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഇലക്ഷൻ, എനിക്കൊരു പേഴ്സണൽ ആവശ്യത്തിന് നാട്ടിൽ പോകേണ്ടി വന്നായിരുന്നു. അപ്പം ഇലക്ഷനാണ് പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഈ കാലത്ത് ആരെങ്കിലുമൊക്കെ വോട്ട് ചെയ്യുമെന്ന് ആ കുട്ടികളുടെ ഒരു മൈൻഡുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ വോട്ട് ചെയ്യാത്ത എന്താ? അപ്പോൾ പറയാം, വോട്ട് ചെയ്തിട്ട് എന്താ പ്രത്യേകിച്ച് കാര്യം? ഇനിയിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് വീട്ടിൽ വരും, ഇനി ജയിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മളെ കാണാൻ വരും, അതിനുശേഷം അവർ വഴിക്ക് വരുന്നില്ല. പക്ഷെ പൊളിറ്റിക്സ് കുറച്ചും കൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന ജെൻസി പിള്ളേരുണ്ട് കേട്ടോ, കൂടുതൽ ആൾക്കാരും അങ്ങനെ. ഇന്നും ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേനും ഇങ്ങനെ ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞത് അത് തന്നെയാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പ്രധാനമന്ത്രി ആരാന്നറിയോ? മോദിയല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയല്ലേ? മറ്റേ നിയമസഭയിൽ മുണ്ടുമ്പൊക്കെ കയറി ഉള്ളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം അവരുടെ മനസ്സിലുള്ളത്. പിന്നെ പറയാം, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ കാണുന്നത് നെഗറ്റീവ് സാധനങ്ങൾ മാത്രമാണ് കാണുന്നത്. പോസിറ്റീവ് കാണുന്നത് ഇവർ പോസിറ്റീവ് ചെയ്യുന്നത്. ഞാൻ പോസിറ്റീവ് ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഓരോ MLA എന്തൊക്കെ ചെയ്തു നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പറയാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പോസിറ്റീവ് സാധനങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല, നെഗറ്റീവ് സാധനങ്ങളാണെങ്കിൽ ഭയങ്കര റീച്ച് കിട്ടുന്നുണ്ടെന്ന്. അപ്പം നമുക്ക് തോന്നിയിട്ടില്ല ഈ സോഷ്യൽ മീഡിയ ഈ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം എന്ന് പറയുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് പറ്റുന്നുണ്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റാത്തതിൻ്റെ ഒരു പറ്റുന്നുണ്ട്. ലൈക്ക് അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഇപ്പൊ ഈ വരാനിരിക്കുന്ന ഇലക്ഷനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ ഓറിയന്റഡ് ആയിരിക്കും. അതായിരിക്കുമല്ലോ കഴിഞ്ഞ ദിവസം കേസി പോയിട്ട് മറ്റേ കപ്പയുടെ ടേസ്റ്റ് ഒക്കെ നോക്കിയത് സോഷ്യൽ മീഡിയ. അതുപോലെ അവര് സോഷ്യൽ മീഡിയയിലേക്ക് മാത്രമായിട്ട് കണ്ടന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ പല ആളുകളും പിന്നെ ഞാൻ പി രാജീവിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു, യൂട്യൂബേഴ്സിനാണ് പുള്ളിക്കാരൻ ഇന്റർവ്യൂ എടുക്കുന്നത്. അതുപോലെ വി ഡി സതീഷ് നമ്മൾ ഈ ചാനലിന് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല റീച്ചും കുറച്ചും കൂടെ പിന്നെ അതിലെ ഷോർട്സ് ആയിട്ട് പോകും, റീൽസ് ആയിട്ട് പോകും. ട്രെൻഡ് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത് വരുന്ന വെബ്സൈറ്റ്സ്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന്റെ സമയത്താണ് കറപ്റ്റ് മോദി എന്ന് പറയുന്ന ഒരു പേജ് വന്നത്. മറ്റേ മോദി എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. മറ്റേ ഈ ബോളിവുഡ് സോങ് പോലെ ഈ തൂനെ ക്യാക്കിയ എന്ന് പറയുന്ന ഒരു സാധനമാണ്, എന്താ അതിനകത്ത് ചെയ്തതെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് LDFന്റെ ഇരുണ്ട കാലം എന്ന് പറയുന്ന അവരൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി. അതുപോലെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ പോലത്തെ പിള്ളേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവര് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം UDFന്റെ കടക്ക് പുറത്തിറന്ന വെബ്സൈറ്റിനകത്ത് ഇപ്പം എന്താ നിലവിൽ നടക്കുന്നത്, ഇപ്പൊ അവർ ചെയ്ത അഴിമതി എന്താണ്, അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ LDFന്റെ അതേസമയം വരുമ്പോൾ 10 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ, അതായത് പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ എന്നൊരു സാധനം, അതാണ് അവിടെ ഉള്ളത്. അതാണ് ആ പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ, ആ ഒരു സാധനമാണ് അവിടെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക, അതായത് ഹിസ്റ്റോറിക്കലി ഉള്ള കാര്യങ്ങൾ, പണ്ടത്തെ കഥകൾ, പണ്ട് ഞങ്ങൾ അങ്ങനെയായിരുന്നു, പണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് പറയുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ജൻസികൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു പുതുതലമുറയ്ക്കിടയിൽ അതത്ര അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യുന്നത്? ഫോണില്ലാത്ത കാലത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവർക്ക് അറിയില്ല. കാരണം അവര് അങ്ങനത്തെ ആ ഒരു സമയം തൊട്ടാണ് അവര് ജീവിച്ചു തുടങ്ങിയത്. സോ അതിന് മുന്നേ അത് അത്രയും ഒരു 10 വർഷം മുമ്പ് ഇവിടെ എന്ത് നടന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അവർക്കറിയേണ്ടത് ഇപ്പൊ എന്താ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് ജോലി തരുന്നുണ്ടോ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് തരുന്നുണ്ടോ, അതായിരിക്കണം ഇപ്പോഴുള്ളതായിരിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോവാം. അതാണ് നമ്മളിപ്പോൾ ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ
എപ്പോഴും പറയുന്നത് നേതാക്കന്മാർക്ക് ഇലക്ഷൻ വരികയാണ് ഇപ്പൊ അവര് നല്ല സ്നേഹത്തോടെ വർത്താനം പറയും, മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ ചിരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇലക്ഷൻ വരുമ്പോഴാണ് ഈ നേതാക്കന്മാർ അങ്ങനെ പിണറായി വിജയനൊക്കെ അധികാരത്തെ കയറിയപ്പം ഒരു കേൾക്കുന്ന ഒരു ചീത്തപ്പേരാണത് അല്ലേ, ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം ചിരിക്കും. അതല്ലേ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു വൈറലായ ഒരു വീഡിയോ കണ്ടില്ലേ, ഒരു അമ്മ പോയിട്ട് അടുത്ത് നിന്ന് ഇങ്ങനെ കൈപിടിക്കുന്നതും, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതിന്റെ താഴെ കമന്റ് എന്തൊരു കമന്റാന്നറിയോ, ഇലക്ഷൻ അടുത്തു, കൊച്ചി എത്തി എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ പക്ഷെ പിണറായി എനിക്കൊന്നും എല്ലാ സമയത്തും അങ്ങനെ ഒരു ഫേസ് ഉള്ള മനുഷ്യനാന്ന് തോന്നുന്നു. ആരുമായിട്ടും ഭയങ്കരമായിട്ടൊരു അത്ര അങ്ങ് മിങ്കിളാവാത്തൊരു പേഴ്സൺ, അല്ലെങ്കിൽ അത്ര ഫ്രണ്ട്ലി അല്ല. നമുക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ബാക്കി പൊളിറ്റീഷ്യൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇപ്പൊ സതീഷിന്റെ അടുത്തൊന്നും പോകുമ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പൊ പേഴ്സണലി എനിക്കാണെങ്കിൽ ഞാൻ ഇപ്പൊ സതീഷിനെ കാണുവാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഫീലും പിണറായി വിജയനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഫീലും ഡിഫറെന്റ് ആയിരിക്കും തോന്നുന്നു. കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആണ് സതീശൻ. അതേസമയത്ത് പിണറായി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു പേടിപ്പിച്ചിരുത്തുന്ന, നമ്മളോട് കടക്കുറത്തൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാത്തിനോടും ഒരു ഞാനാണ് ഒരു വലിയ സംഭവം എന്നൊരു മൂഡ് പൊള്ളിക്കേണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതത്ര ഗുണം ചെയ്യുന്നു. ഇങ്ങനെ ഇവർക്ക് തോന്നിയത് പോലെയാണ് കൂടുതൽ ആൾക്കാർക്കും അത് തന്നെ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒട്ടുമിക്ക ആളുകൾക്കും മറ്റേ ഞാനാണ് എന്തോ എന്നൊരു അങ്ങനെ ഒരു അഹംഭാവമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ പിണറായി പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ എനിക്ക് ആദ്യം ഓർമ്മയായിരുന്നു ഉമ്മൻചാണ്ടിനെ. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ജനകീയ നേതാവ്, ഷർട്ട് ബട്ടൺസ് പോലും ഇടാൻ സമയമില്ലാതെ ഓടി നടന്ന് പണിയെടുക്കുന്ന അല്ലെ കുറെ ക്ലിപ്സ് ഒക്കെ കണ്ടിട്ടില്ലേ. പക്ഷെ അത് അവര് ജീവിച്ചു വന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അങ്ങനെ ഓടണം എന്നുള്ളതല്ല, ഒരു പൊളിറ്റീഷ്യൻ ആകുമ്പോഴത്തേക്കിനും നമുക്കൊരു മനുഷ്യനോട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറിയണം എന്നുള്ള വാശി വേണം അറിയണം എന്നുള്ള വാശിയല്ല. പക്ഷെ ഒരു മനുഷ്യൻ നമുക്കൊരു ആവശ്യമായിട്ടൊരു മനുഷ്യനെ സമീപിക്കാൻ അതിൽ മനുഷ്യൻ ഇപ്പൊ കടക്കുപുറത്ത് പറയുമെന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ, ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ കാണാൻ മൂടില്ലെന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ മനുഷ്യൻ അപ്രോച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായില്ല. പക്ഷെ നമ്മള് പിണറായിലേക്ക് എത്തുന്നത് നേരിട്ട് പിണറായിലേക്ക് എത്താന്നുള്ളതല്ലല്ലോ, നമുക്ക് മറ്റ് പല വഴികളിലുണ്ടല്ലോ. ഓരോ സ്റ്റെപ്പായിട്ടാണല്ലോ നമ്മൾ പല ആവശ്യങ്ങളായിട്ട് അങ്ങോട്ട് എത്തുന്നത്. അപ്പൊ നേരിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയും മോഹൻലാലിനെ വെച്ച് പറയുമ്പോൾ നമ്മൾ മോഹൻലാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് അപ്രോച്ച് ചെയ്യാൻ, നേരിട്ട് പോയി സംസാരിക്കും. പക്ഷെ മമ്മൂട്ടി എങ്ങനെയായിരിക്കും പുള്ളി പ്രതികരിക്കാന്നുള്ള ഒരു തോന്നലുണ്ടാവില്ല. അപ്പൊ അതുപോലെ അത്രയെങ്കിലും പിണറായി ആയാൽ മതി എന്നാണ് എനിക്ക് തോന്നി. മമ്മൂട്ടി കഴിഞ്ഞ ദിവസം ബേസിലും ആസിഫിനെയും കെട്ടിപ്പിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത്രയെങ്കിലും ആയാൽ മതി പിണറായി. പിടിക്കാൻ പറ്റുമോ? കെട്ടിപ്പിടിക്കണം എന്നുള്ള പോയിന്റ് അല്ല അത് ആക്ച്വലി. പക്ഷെ നമുക്കൊരു കുറച്ചും കൂടെ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഹീസ് മൈ ലീഡർ. എന്തിനാണ് നമ്മൾ അങ്ങനെ ആവണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ആവണം, സതീശൻ ഇങ്ങനെ പെരുമാറുമ്പം ആ സോഫ്റ്റ്നെസ് ലൈക്ക് ആരായാലും, ലൈക്ക് ഒരാൾ എത്ര വലിയ ആളായാലും നമുക്ക് ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതൊരു കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി അല്ലേ. ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരോട് ഏറ്റവും കൂടുതൽ പിണറായി തട്ടിക്കയറിയില്ലല്ലേ കടക്കുപുറത്ത് ഈ പറഞ്ഞതുപോലെ. അല്ലാതെ സാധാരണക്കാർക്കിടയിൽ നിൽക്കുമ്പോൾ പിണറായി എപ്പോഴെങ്കിലും മോശമായിട്ട് കഴിഞ്ഞ ദിവസം ആ സെൽഫി എടുക്കാൻ ശ്രമിച്ച കുട്ടീനോട് പിണറായി മോശമായിട്ട് പെരുമാറി. അതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് ആളുകൾക്ക് അപ്രോച്ചബിൾ ആണെന്ന് പറയുന്ന വി ഡി സതീശനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് ഇപ്പൊ വേറൊരു വീഡിയോ ഇതുപോലെ വൈറലായിരുന്നു. പുള്ളി സ്റ്റേജിൽ വളരെ ആളുകളായിട്ട് നന്നായി സംസാരിക്കുന്നു. ഒരു സ്ത്രീ വന്ന് എന്തോ ഒരു നിവേദനം കൊടുക്കുന്നു, അവരത് വാങ്ങുന്നു, അയാൾ തിരിഞ്ഞിരുന്ന് അതെന്തോ കീറി അത് കളയുന്നു. ഒരു മനുഷ്യൻ എല്ലാ സമയത്തും ഒരേ മൂഡിൽ അഹംഭാവം തന്നെ പറയേണ്ടി വരും. പക്ഷെ പിണറായിയുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ കെട്ടിപ്പിടിക്കുക, സെൽഫി എടുക്കുക, എല്ലാവരും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിണറായി എന്ന് പറയുന്ന ഭരണകർത്താവ് അല്ലെങ്കിൽ അദ്ദേഹം പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അത് കേരളത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, ജനങ്ങളെ എങ്ങനെയാണ് ചേർത്ത് നിർത്തുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. അദ്ദേഹം കൊണ്ടുവന്ന കിഫി പദ്ധതിയുടെ കൊണ്ടുവന്ന എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന മലബാർ ദേശീയപാത, ഒപ്പം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, വിഴിഞ്ഞം പദ്ധതി, അങ്ങനെ നടക്കില്ല എന്ന് നമ്മൾ കണ്ട നമ്മൾ എഴുതി തള്ളിയ കുറേ പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയാണ് ഒരു നല്ല ഭരണകർത്താവ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ രീതിയിലങ്ങ് ചെയ്താൽ പോരാ. റിയൽ ആവുക എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ സെൽഫി എടുക്കണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് സമീപിച്ചു, ഒരു ലേഡി ഒരു ലെറ്റർ കൊടുത്തു, അത് ആ നിമിഷം തന്നെ കീറിക്കളഞ്ഞു. അവിടെ എന്താ കാര്യം? ചിരിച്ചുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ, ഇങ്ങനെ പരസ്യമായിട്ട് സ്നേഹം പ്രകടിപ്പിച്ച കാര്യമില്ലല്ലോ. ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്താ വേണ്ടെന്നുള്ളത് പിണറായി ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ റീല് ചെയ്തോണ്ടിരുന്ന ആളുകളൊക്കെ നമ്മളിപ്പോ സമീപകാലത്ത് കണ്ടല്ലോ എന്ത് സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു പുതിയ കാലത്താകുമ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണ്ടേ. അപ്പം ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൊക്കെ ആകുമ്പോൾ ഈ നേതാക്കളുടെ ഡെയിലി ലൈഫൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമല്ലേ.
അപ്പോൾ എനിക്ക് തോന്നും ഒരിത്തിരി നമ്മളിപ്പോൾ വളരെ ഈ വലിയ പൊളിറ്റിക്സ് ഒന്നും അധികം ചർച്ചാ വിഷയമാവാത്ത ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഷാഫിക്കൊക്കെ ഇത്രമാത്രം ആരാധകർ വന്നത് ഈ സോഷ്യൽ മീഡിയ ഇതിന് വന്ന, കാരണം ഭയങ്കര വലിയ ക്രൗഡ് വരുന്നു, ഷാഫിനെ എടുത്ത് പൊക്കുന്നു, വിളിക്കുന്നു, അതൊക്കെ പാട്ടൊക്കെ കേട്ട് എഡിറ്റൊക്കെ ചെയ്ത് കൊടുക്കുമ്പം എന്തോ ആണ് എന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവുമല്ലോ. പക്ഷെ എനിക്കൊന്ന് പാട്ടും പരിപാടി മാത്രമാണെന്നുള്ളൂ. ഷാഫി വടകര വരുന്ന സമയത്ത് നമുക്കാർക്കും ഷാഫിനെ അങ്ങനെ ഒരു പേഴ്സണലി പരിചയമുള്ള മനുഷ്യല്ല. പക്ഷെ പുള്ളി ആദ്യമായിട്ട് അവിടെ വരുന്നതേ ആ പാലക്കാട് നിന്ന് വരുമ്പോഴുള്ള യാത്ര പറഞ്ഞ റീലും കൊണ്ടാണ് വരുന്നത്. എല്ലാവരും കരയുന്നു, അങ്ങനെ ഒരു സംഭവം. എന്തോ ഒരു വലിയ മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നു എന്ന് വെച്ചാൽ ലോക്കൽസിനാണ് പറയുന്നത്. ഒരാൾ വരുന്നുണ്ട് എന്ന് നമുക്കറിയുള്ളൂ. ശൈലജേനെ ആ സമയമാകുമ്പോഴത്തേക്കിനും എല്ലാവർക്കും അറിയാം. ശൈലജ ടീച്ചർ എല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയാണ്. പക്ഷെ ഷാഫി അങ്ങോട്ടേക്ക് വരുന്നു, ഒറ്റയടിക്ക് ആ ക്രൗഡിനെ പുള്ളി റോഡിൽ ഇറങ്ങിയിട്ട് തന്നെയാണ് പുള്ളി അതിൽ പുള്ളിക്ക് ഭയങ്കര കഴിവുണ്ടെന്ന് തോന്നുന്നു. ആ ക്രൗഡിനെ പുള്ളി എന്ത് പറയണം. എനിക്ക് തോന്നുന്നു പുള്ളി ആ പ്രസംഗത്തിൽ പറയുന്നത് എന്റെ ഭാര്യ വടകരക്കാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അവിടെ മരുമകനാണ് ഞാൻ. ആ ക്രൗഡിനെ എന്ത് പറഞ്ഞ് പുള്ളിയാണെന്ന് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് ക്യാമ്പസിലാണ് പുള്ളി ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതും ക്യാമ്പസിലെ പിള്ളേരായിട്ടാണ് ഏറ്റവും കൂടുതൽ സംവദിച്ചിട്ടുള്ളതും പരിപാടികളൊക്കെ തുടങ്ങിയ സമയത്ത്. പിന്നെയാണ് മൊത്തത്തിൽ ഇറങ്ങുന്നതൊക്കെ. അപ്പൊ എനിക്കൊന്നും അതും കുറച്ചുകൂടെ എഫക്റ്റ് ആയിരിക്കും. ഈ ക്യാമ്പസ് പിള്ളേരുടെ ആ ഒരു പൊളിറ്റിക്സ് അവരെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ കന്നി വോട്ടാണല്ലോ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴും ഷാഫി വടകരയുടെ മരുമകനായിരുന്നു. വലിയ റീലുകൾ കൊണ്ടൊക്കെയാണ് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുന്നത്, വലിയ ക്രൗഡിനൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്യന്തികമായിട്ട് ഇവരെന്താ ഒരു രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവരെന്താണ് സംസാരിക്കേണ്ടത്? റീല് ചെയ്യുക അല്ലെങ്കിൽ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതിലല്ലല്ലോ കാര്യം. ആത്യന്തികമായിട്ട് ഇവർ സംസാരിക്കേണ്ടത് എന്താ? ആളുകൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത്. നമ്മൾ സമീപകാലത്ത് നിന്നുള്ള എന്തെങ്കിലും ഷാഫി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായിട്ടൊരു നിലപാടെടുക്കുക, അത് ലൗഡായിട്ട് പറയുന്ന ഏതെങ്കിലും സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ ഷാഫിയുടെ ഒരു എത്ര റീല് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന റീലുകളിലൊന്നും മുഖമില്ലാത്ത ഇപ്പുറത്ത് റഹീമുണ്ട്, അല്ലെങ്കിൽ സ്വരാജ് ഉണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്, ഇവരൊക്കെ നിരന്തരം പല വിഷയങ്ങളിലും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരെയൊന്നും നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ പറയേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ ഇവരുടെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് റീലുകൾ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യത്തെ കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. അതായത് ഷാഫി അഭിപ്രായം പറയുന്നില്ല അല്ലെങ്കിൽ നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് മറ്റു വിഷയങ്ങൾ പോട്ടെ, നിലപാടെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, പാലക്കാട് MLA കാര്യം. അപ്പോൾ അതിലെന്ത് ഷാഫി നിലപാടെടുത്തു എന്നുള്ളതാണ്. മറ്റാരേക്കാളും ഒരു അധിക ബാധ്യത ഷാഫിക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് അഭിപ്രായം പറയാൻ. കാരണം ഷാഫി കൊണ്ടുവന്ന നേതാവ്, ഷാഫി അവിടെ നിന്ന് ഷാഫിയുടെ ഒരു ഇടമായിരുന്ന പാലക്കാട് നിന്ന് മാറുമ്പോൾ ഷാഫി കൊണ്ടുവരുന്നു, ആ ഒരു സ്പേസ് ഒരുക്കി കൊടുത്തത് ഷാഫിയായിരുന്നു. അപ്പോൾ അവിടെ നിന്നിരുന്ന ഒരാൾക്കെതിരെ വലിയൊരു ആരോപണം വരുമ്പോൾ അതിൽ ഷാഫി എടുത്തൊരു നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പം റീലുകൾക്ക് ആയുസില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ, ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ, ജസ്റ്റ് വോട്ടവകാശം കിട്ടിയ കുട്ടികൾ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവില്ല. ആർക്ക് വോട്ട് ചെയ്യണം, ഏത് ചെയ്താലും നല്ലത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ പറയും, ഞാൻ ആദ്യമായിട്ട് ഒറ്റത്തവണ ഞാൻ ജീവിതത്തിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ. അവനിപ്പോൾ 24 വയസ്സുണ്ട്. ഒറ്റത്തവണ ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ പപ്പ എന്നെ കൊണ്ടുപോയി, പപ്പ പറഞ്ഞാക്കി ഞാൻ വോട്ട് ചെയ്തു. എന്നുവെച്ചാൽ അയാൾ നിനക്കറിയാം, അറിയില്ല, പക്ഷേ പപ്പ ഇന്നയാക്കി ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തു. അങ്ങനെ അപ്പോൾ നമുക്കൊരു പൊളിറ്റിക്സ് ഇല്ല. പക്ഷെ നമ്മളെ വീട്ടുകാർക്കുണ്ട്, നമ്മുടെ അച്ഛനുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ട്, അല്ലെങ്കിൽ മാവന്മാർക്കുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഇവർക്ക് വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക്. ശരിക്കും എനിക്ക് അങ്ങനെയല്ല. ഉണ്ടായിരുന്നു, അവന് വോട്ട് ചെയ്യാൻ പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഇവനിങ്ങനെ പ്രചാരണമൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര വിഷമമായി. BJP സ്ഥാനാർത്ഥിക്ക് ആരും വോട്ട് ചെയ്യില്ലല്ലോ, അപ്പൊ അയാൾക്ക് ഹെർട്ട് ആയാലോ എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് പോയി ഒരു വോട്ട് കൊടുത്ത ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടായിരുന്നു. വളരെ സാന്ദർഭികമായി ഞാൻ ആ ഫ്രണ്ടിനെ പക്ഷെ എനിക്കൊന്നും സീരിയസ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല. പക്ഷെ എനിക്കൊന്ന് ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ കുറച്ചും കൂടെ അത് മാറി വരുന്നുണ്ടാവും. കുറച്ചും കൂടെ ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ടാവുമായിരിക്കും, രാഷ്ട്രീയമൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നുണ്ടാവുമായിരിക്കാം. പക്ഷേ നമ്മുടെ പാരൻസിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീകൾ മിക്കപ്പോഴും വോട്ട് ചെയ്തിട്ടുള്ളത് ഹസ്ബൻഡിന്റെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണോ ആ പാർട്ടിന്റെ കൂടെ പോയി കുത്തും. ഇപ്പം ഞാനൊന്നൊരു കല്യാണം കഴിക്കുമ്പോൾ എന്തായാലും ഹസ്ബൻഡിന്റെ പൊളിറ്റിക്സ് നോക്കിയായിരിക്കില്ല കുത്തുന്നത്. പക്ഷേ എൻ്റെ പാരൻസ് അല്ലെങ്കിൽ എൻ്റെ പാരൻസിന്റെ പാരൻസ് അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഈ അവരാർക്കാണോ കുത്തുന്നത് അല്ലെ ആ വീട്ടിലെ പൊളിറ്റിക്സ് എന്താണോ അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്സ്. പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും സ്ത്രീകളുടെ പൊളിറ്റിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ വീട്ടമ്മമാരുടെ പൊളിറ്റിക്സിനൊരു ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കാൻ ഈ വീട്ടമ്മമാർക്ക് ശരിക്കും പവർ ഉണ്ട്. പക്ഷെ അത് മിക്കപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് ഈ പുരുഷന്മാരുടെ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പാർട്ടി കുടുംബങ്ങൾ എന്ന് പറയില്ലേ, ആക്ച്വലി അവിടെ ആ പാർട്ടിയുടെ അനുഭവം ഉള്ളത് അവിടുത്തെ ഫിഗറിനായിരിക്കും. പക്ഷെ പുള്ളിയുടെ ആ അനുഭവം വൈഫായാലും മക്കളായാലും അതിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുവരാണ്. അവർക്ക് വേറെ അതിനപ്പുറം ചിന്തിക്കുന്നതിനൊന്നും വലിയ ചോയ്സ് ഒന്നുമില്ല. അപ്പം അതൊരു പുള്ളിയുടെ ഒറ്റ ഇതുകൊണ്ട് അതൊരു പാർട്ടി കുടുംബമായിട്ട് ട്രഡീഷണൽ ഒരു ലെഗസി പോലെ. പക്ഷെ ഇതില് വേറൊരു കാര്യമുണ്ട്, ബുദ്ധിമതികളായ സ്ത്രീകളുണ്ട്. അതായത് ഭർത്താവിനോട് നമ്മൾ പറയും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് തന്നെയാണ് ഞാൻ ചെയ്യുക. പക്ഷെ അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ അല്ല അത് ഞാനത് മനസ്സിലാക്കുന്ന വേറെ തരത്തില്ല. അതായത് നമ്മൾ പുരുഷന്മാരെ അങ്ങനെ കൈകാര്യം ചെയ്താൽ മതി ആ ഒരു രീതി. അത് ആക്ച്വലി തെറ്റാണ്, അങ്ങനെയല്ല. ഞാനും അങ്ങനെയല്ല വിചാരിച്ചത് കേട്ടോ. നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സമാധാനത്തിന് ചിലപ്പോൾ അതായിരിക്കില്ല. ആക്ച്വലി സ്വന്തം കുടുംബത്തിൽ സ്വന്തം പൊളിറ്റിക്സ് പോലും പറയാൻ പറ്റാണ്ട് നിൽക്കുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ. സാനി ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം നീ റിസാനും വീട്ടിൽ പൊളിറ്റിക്സ് സംസാരിക്കാറുണ്ടോ? ഇല്ല. ഞങ്ങൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അത്തരം ചർച്ചകളിലേക്കൊന്നും പോകാറില്ല. ലൈക്ക് എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷൻ ഇപ്പം നമ്മളെ ജനറേഷനൊക്കെ വരുമ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ആരെങ്കിലും അനുഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കില്ല. അതായത് രണ്ടുപേര് രണ്ട് വഴി എടുക്കുക എന്നുള്ളതൊക്കെ ഇപ്പം അതൊന്നും വലിയ സംഭവമല്ലല്ലോ. നേരത്തെ അതൊക്കെ ഭർത്താവ് പറയുന്നതിൻ്റെ അപ്പുറം നിൽക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പം ഇപ്പം അതൊന്നും നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെയ്യുന്നു. അല്ല ഈ പറഞ്ഞൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ 18ാമത്തെ വയസ്സിൽ നമുക്ക് വോട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ അതിനുശേഷം വോട്ട് ചെയ്യുന്ന ആദ്യം വോട്ട് ചെയ്യുന്ന നമുക്ക് അന്നൊക്കെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാവോ? നമുക്ക് അത്ര ചെറുതാണ്. ഈ പറഞ്ഞ പോലെ വീട്ടുകാരുടെ പൊളിറ്റിക്സ് നോക്കിയിട്ട് അല്ലെങ്കിൽ അവർ പറയുന്നത് നോക്കിയിട്ടല്ലേ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും. നമുക്കൊരു പ്രായം എത്തി അല്ലെ നമ്മൾ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് തുടങ്ങി അതിനുശേഷം നമുക്കൊരു പക്ഷെ പൊളിറ്റിക്കൽ നിലപാട് ഉണ്ടാകുക. അങ്ങനെയല്ലേ? ഞാൻ ആദ്യത്തെ വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിക്കായിരുന്നു. ലൈക്ക് അന്ന് വയനാട് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് സ്ഥാനാർത്ഥി എന്ന സമയം അത് ഭയങ്കര സെലിബ്രേഷൻ മൂടായിരുന്നു. ആക്ച്വലി ഭയങ്കര രാഹുൽ ഗാന്ധി ഒക്കെ എടുത്ത് ഫുൾ അവരിങ്ങനെ ഇതൊക്കെ പ്രചരണത്തിനൊക്കെ വരുന്നു, ആൾക്കാരൊക്കെ കാണാനൊക്കെ പോകുന്നു, ഇറങ്ങുന്നു. അതൊരു വേറെ മൂഡായിരുന്നു അത്. ആക്ച്വലി എനിക്കൊന്നും എല്ലാ കന്നിവോട്ടിനും ഈ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു അത്ര ഇല്ലെങ്കിലും എല്ലാ കന്നിവോട്ടിനും ആ ഒരു സംഭവം ഉണ്ടാവുമായിരിക്കും. ആദ്യമായിട്ട് വോട്ട് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ എനിക്കൊക്കെ ഒരു നമ്മളെന്തോ വലിയ സംഭവം ചെയ്തൊരു സംഭവം തോന്നില്ലേ? ഈ റിസൾട്ട് എണ്ണുന്ന ദിവസമൊക്കെ ഞാൻ ചെയ്ത ആളെന്നാണോ ജയിച്ചേക്കുന്നത് നോക്കിയിരിക്കുക. അങ്ങനെ ഇസയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ കെട്ടാൻ പോകുന്ന ആളുടെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന പൊളിറ്റിക്സിനോട് അല്ലെങ്കിൽ മാത്രമാണ് താല്പര്യം, അങ്ങനെ ഒരു അനുഭവമുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ കെട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു അടി ഉണ്ടാക്കാൻ വയ്യ വീട്ടിൽ എന്നൊക്കെ വിചാരിക്കാറുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ ഞാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പൊളിറ്റിക്സ് ആണോന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ വല്ലാണ്ടൊന്നും അന്തരമില്ലാതെ ഞാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പൊളിറ്റിക്സിനോടാണ് എനിക്ക് കുറച്ചും കൂടെ താല്പര്യം, കുറച്ചും കൂടെ കംഫർട്ടബിൾ. അതുകൊണ്ട് ആ ഒരു ലൈനാണ് ഞാൻ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് അടിയിലെ ഭയങ്കര ബോറായിരിക്കും. സമാധാനം, ഫുൾ സമാധാനം പറ്റില്ല. ഞാനിപ്പോൾ പറയുന്നത് ഒരു പാർട്ടി ബേസ്ഡ് ഒരു പൊളിറ്റിക്സ് മാത്രമല്ല, ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. അതായത് ഒരു ഫാസിസ്റ്റ് നിലപാടിനെതിരെ, ഒരു സംഘപരിവാർ, ഒരു അധിനിവേശത്തിനെതിരെ സംസാരിക്കുന്ന, ഇപ്പോൾ ഒരു വോർ ഉണ്ടാവുമ്പോൾ അവിടെ ലൈക്ക് സഫർ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന അങ്ങനെ ഒരു വുമൻ ലൈക്ക് ഒരു ഫെമിനിസ്റ്റ് ഐഡിയോളജി ഉള്ള അങ്ങനെ ഒരു ആൾക്കാരെ തന്നെയാണ് ഞാനും പ്രിഫർ ചെയ്യാം. എനിക്കങ്ങനെ ഐ മീൻ അതിൽ കൂട്ടിച്ചേർക്കാനായിരിക്കും മേ ബി ഞാനും ചൂസ് ചെയ്യുന്നത്. ഇപ്പം സെയിം പൊളിറ്റിക്കൽ കക്ഷികളായില്ലെങ്കിലും അല്ലെങ്കിൽ ഒരേ കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിലും പേഴ്സണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എനിക്ക് മസ്റ്റാണ്. അത് ഒരു ബേസ് എങ്കിലും ചേർന്ന് പോകാണ്ട് എനിക്ക് ചേർന്ന് പോകാൻ പറ്റില്ലെന്നാണ്, എനിക്ക് ചേർന്ന് പോകാൻ പറ്റില്ലെന്നാണ്. ഇപ്പം ഇസാന പറഞ്ഞ ഒരു ഇൻജസ്റ്റിസ് നടക്കുമ്പോഴത്തേക്കിനും അതിലൊരു പെയിൻ ഫീൽ ചെയ്യാത്ത അല്ലെങ്കിൽ ഇത് തെറ്റാണ് ഇതിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് തോന്നാത്തൊരു മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ കൂടെ കൊണ്ട് നടക്കാനുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. ഇസാന പറഞ്ഞോട് യോജിക്കാനുള്ള വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് വേണം. അല്ലാണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ അങ്ങനെ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്കൊരിക്കലും ജീവിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. ആരെങ്കിലും വരികയാണെങ്കിൽ പരിഗണിക്കാം. നമ്മളിങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പൊളിറ്റീഷ്യൻസിനെ പറ്റി പറയുമ്പം
ഇവരുടെ പുറകിൽ ഉണ്ട് എന്ന് ഇവരവകാശപ്പെടുന്ന ഭാര്യമാരെ കുറിച്ചും കൂടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇവര് നിരന്തരം ഇങ്ങനെ സ്ഥാനക്കയറ്റം കിട്ടിയ അല്ലെങ്കിൽ ഒരു ഫെമിലിയർ ഫേസായി നാട്ടിലെല്ലാവരും എന്താ പറയുക ആരാധിക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടൊക്കെ മാറുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിനിടയ്ക്ക് കുടുംബം നോക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അതെല്ലാം ത്യാഗം ചെയ്ത എൻ്റെ ഭാര്യയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു കാരണം ഭാര്യയായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഒരു അഭിമാനത്തോടെ പറയേണ്ട കാര്യമാണോ എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഈ പറയുന്ന സ്ത്രീകൾ പഠിച്ചിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്കില്ലുള്ള സ്ത്രീകളൊക്കെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ആ സ്ത്രീകൾ അവരുടെ ജീവിതമൊക്കെ ഇവർക്ക് വേണ്ടി മുഴുവൻ കാലവും വീടിനകത്ത് അടുക്കളയ്ക്കകത്തൊക്കെ ഇരുന്നുകൊണ്ട് ഇവർ പക്ഷെ ഒരു വലിയ ഒരു സോഷ്യൽ ലൈഫ് ഉണ്ടാക്കുന്നു. അത് ഒരു ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ അല്ലാത്ത നേതാക്കന്മാരുണ്ട്. ഇപ്പം ശബരിനാഥനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ട്രോൾ ചെയ്യപ്പെടാറുണ്ട് വേറെ രീതിയിൽ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പം ദിവ്യസ് അയ്യർ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. എപ്പോഴും നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ അവരിങ്ങനെ കാണാറുണ്ട്. അവർ കുട്ടിയുമായിട്ട് ജോലി സ്ഥലത്തേക്ക് വരുന്നു, അല്ലാതെയുമൊക്കെ. അപ്പോൾ ഒരു സ്ത്രീയെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തൊരു ഭർത്താവായി ആ രീതിയിലൊക്കെ ശബരിനാഥനെയൊക്കെ എപ്പോഴും ഒരു ട്രോൾ ചെയ്യപ്പെടുന്നതും കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളൊരു സിനിമയിലൊക്കെ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് അങ്ങനെ ഉയർന്ന പദവിയിൽ ഇരിക്കാൻ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണോ അതോ പലരും ഒതുക്കി കൂട്ടുന്നതാണോ എന്ന്, അല്ലേ? നമ്മൾ 87-ലെ തെരഞ്ഞെടുപ്പ് പഠിക്കുന്ന സമയത്തൊക്കെ കേട്ടില്ലേ, കേരം തിങ്കും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും. 87-ലെ തെരഞ്ഞെടുപ്പിലായിരുന്നു ഗൗരിയമ്മേനെ മുൻനിർത്തിയിട്ട് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം നൈസായിട്ട് ഒഴിവാക്കി. ഒരു പേരിന് ഒരു മുഖ്യമന്ത്രിയെങ്കിലും, ഒരു വനിതാ മുഖ്യമന്ത്രി നമ്മൾ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലതുകൊണ്ടും കേരളം മുന്നിലാണ്, ഒന്നാമതാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു വനിതാ മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നേതാക്കളും ഭയങ്കര മുഖ്യമന്ത്രി ആവാൻ കേൾപ്പുള്ള ആരെങ്കിലും ഇപ്പൊ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറ്റത്തൊന്നുമില്ല, അത് ഉറപ്പാണ്. നമുക്ക് ഒരാൾക്ക് പറ്റില്ല. ഇപ്പൊ നമുക്ക് ഒരു പുള്ളിക്കാരി പാർട്ടിക്കൊക്കെ എടുക്കുന്ന നിലപാടുകൾ തന്നെയാണെങ്കിലേ നമുക്ക് ഒരു പാർട്ടി അവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ പുള്ളിക്കാരി അവിടെ ഇരിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അതുപോലെ അല്ലല്ലോ മുഖ്യമന്ത്രി ആയതിനു ശേഷം. അങ്ങനെ നമുക്ക് ഒരാൾ ഇപ്പം ശൈലജ നല്ല ആരോഗ്യമന്ത്രി ആയതാണ്. എന്തുകൊണ്ടാ? ആ സമയത്ത് ആ ക്രൈസിസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ആ ഘട്ടത്തിൽ നമ്മൾ കേരളത്തെ ചേർത്ത് നിർത്തുന്നത്, എങ്ങനെയാണോ തരണം ചെയ്യുന്നത്, അതാണ് നല്ലൊരു ഭരണാധികാരി. ശൈലജ ടീച്ചർ പറയുമ്പോഴേ ഞാനതിനെ മനസ്സിലാക്കുന്ന വേറെ രീതിയിൽ, അതായത് സ്ത്രീകൾക്കൊരു നിസ്സഹായാവസ്ഥ ഉണ്ട്. അതിപ്പോ രാഷ്ട്രീയത്തിൽ നല്ല എല്ലാത്തിലും ഈ ഒരു മേൽക്കോയ്മ പുരുഷന്മാർക്കുണ്ട്. അതിനിടയ്ക്ക് അഭിപ്രായം പറയുന്നതിലെ പ്രശ്നങ്ങളും പാർട്ടി എടുക്കുന്ന നിലപാടുകളിൽ മറുത്തൊരു നിലപാടെടുക്കാൻ വ്യക്തിപരമായിട്ട് അവർക്ക് ചിലപ്പോൾ പലതിലും മറുത്ത അല്ലെങ്കിൽ വിപരീത അഭിപ്രായമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അത് പറയാൻ പറ്റാത്തത് ഇങ്ങനെ ഒരു പാർട്ടിക്കകത്ത് നിൽക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം അത് രാഷ്ട്രീയത്തിലെന്നല്ലല്ലോ, അത് എല്ലായിടത്തും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. എനിക്ക് നജ്മ തബ്ഷീറയുടെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് നജ്മ പറഞ്ഞൊരു മറുപടി എനിക്കിപ്പോൾ ഓർമ്മ വരും. അത് മുസ്ലിം ലീഗിൽ നിന്നല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നല്ല, എല്ലാത്തിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അത് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു മറ്റേ ഇപ്പം നമ്മൾ പുരുഷന്മാരായ നേതാക്കൾ ഇപ്പം നേരത്തെ നജ്മ പറഞ്ഞ പോലെ അവർ പറയുന്നത് അവരുടെ ബാക്ക് ബോണായിട്ട് ഒരു വൈഫ് അവിടെയുണ്ട്. അവർ പുറത്തായിരിക്കുമ്പോൾ അവരുടെ കുട്ടികളെ നോക്കാൻ, അല്ലെങ്കിൽ അവർക്കിങ്ങനെ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾക്കൊന്നും വരാൻ പറ്റില്ല, ഫാമിലിക്കായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റില്ല. അവരവരുടെ സമയം മുഴുവൻ കൊടുക്കുന്നത് അവരുടെ ജനങ്ങൾക്കാണ്, നാട്ടിനാണ്. ഒരു കൈൻഡ് ഓഫ് ബുൾഷിറ്റാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കല്യാണം കഴിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഫാമിലി ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കണ്ടല്ലോ. മറ്റേ ലൂസിഫർ സിനിമയിൽ ടൊവിനോ പറയുന്നില്ലേ, അച്ഛൻ്റെ പൊളിറ്റിക്കൽ കരിയർ എൻ്റെ ചൈൽഡ്ഹുഡ് ആണെന്ന് പറയും. അതുപോലെ ഇപ്പോൾ നമ്മളുടെ കുട്ടികൾ, നമ്മുടെ ഫാമിലി, നമ്മൾ അറ്റൻറ്റീവ് ആയിരിക്കേണ്ട സ്ഥലങ്ങളിൽ ആ അറ്റൻഷൻ അവർക്ക് കൊടുക്കാതെ നമ്മൾ ഇവിടെ നാട് നന്നാക്കിയിട്ട് കാര്യമുണ്ടോ? റെസ്പോൺസിബിലിറ്റീസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെ അതായത് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ. ഒരു കൊച്ച് ഇപ്പം ഗൾഫിൽ പോകുന്ന പാരൻസിനെ കുറിച്ചൊക്കെ പറയുന്നവരാണ് ഈ പൊളിറ്റീഷ്യൻ്റെ പാരൻസ് എന്ന് പറയുന്നത്. അവരിങ്ങനെ കരിയർ ഉണ്ടാക്കാൻ പോകുന്നതിനിടയിൽ ഇപ്പുറത്ത് ഒരു കൊച്ചും വൈഫും അതിലിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വയം അവരുടെ കരിയർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും ആ ഫിഗർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിന്നെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഫിഗർ വേണം എന്നില്ലല്ലോ. അവർക്ക് കുറച്ചും കൂടെ ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യൻ നമ്മളെ നോക്കുന്ന വലിയ ഉറപ്പൊന്നും ഇല്ലല്ലോ. ഈ 10 വർഷം ഭരിച്ച പിണറായി സർക്കാരിൻ്റെ ഓഡിറ്റാണല്ലോ ഇപ്പോൾ വരാൻ പോകുന്ന അടുത്ത തെരഞ്ഞെടുപ്പ്. ഇനിയിപ്പം സർക്കാർ തുടരുമോ അതോ UDF തിരിച്ചു വരുമോ നമുക്കറിയാം. പക്ഷേ എനിക്ക് ഏറ്റവും അതിനകത്ത് ഇഷ്ടപ്പെട്ട, മന്ത്രിസഭയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഭയങ്കര എനിക്ക് സ്നേഹം തോന്നിയിട്ടുള്ളൊരു മന്ത്രി അത് വി ശിവൻകുട്ടിയാണ്. എന്താ സനു, നിനക്ക് എന്താ ശിവൻകുട്ടിനോട് ഇത്ര? എനിക്ക് തോന്നുന്നു
ഈ നമ്മളെ കലോത്സവം വന്ന സമയത്ത് പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഭയങ്കര വൈറലായിട്ടുള്ള കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള. ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു കൈൻഡ് ഓഫ് വൈബ്, അതായത് മുഖ്യമന്ത്രി. ഒരു മുഖ്യമന്ത്രി. പിന്നെ ശിവൻകുട്ടി ഒരു തഗ്ഗാണ്. അതായത് ഗോവിന്ദചാമി ജയിൽ ചാടിയ സമയത്ത് ശിവൻകുട്ടി മന്ത്രിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആളുകൾ, ഗോവിന്ദചാമി ജയിൽ ചാടി എന്താ 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 അഭിപ്രായം എന്താ? ഓ പുള്ളിക്കാരൻ കുളായി വരുന്നുണ്ട്. അതിന് ഗോവിന്ദചാമി കേരളത്തിലെ സ്കൂളുകളൊന്നും അല്ലല്ലോ പഠിപ്പിക്കുന്നത്, പിന്നെ ഞാനെന്തിനാ പറയണം? അങ്ങനെ ബിക്കോസ് ലൈക്ക് ഒരു ഭയങ്കര തഗ്ഗായിട്ട്, എന്നാൽ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ തഗ്ഗ് പറയുന്ന ഒരു പൂക്കി മന്ത്രിയാണ് ശിവൻകുട്ടി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇപ്പൊ നമ്മൾ ആ കലോത്സവം തന്നെയാണെങ്കിലും ആ കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത ആ കുട്ടിക്ക് അല്ലാതെ പങ്കെടുക്കാൻ അവസരം കൊടുക്കുക, അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ അത് മാത്രല്ല, ഈ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ബാഗ് നിറച്ചും ബുക്ക് എടുത്ത് കൊണ്ടുപോയി നല്ല വെയിറ്റ്, അങ്ങനെ നമ്മൾ അതിനെ പറ്റിയൊക്കെ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന ആ ലെവലിലായിരിക്കുമോ. മന്ത്രി അപ്പൂപ്പ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നതും എനിക്ക് വെക്കേഷൻ ആയിട്ട് പോലും എനിക്ക് ക്ലാസ് വെക്കുന്നു, അത് ബുദ്ധിമുട്ടാണ് എന്നൊരു മന്ത്രിയോട് ഒരു കുട്ടി ഡയറക്റ്റ് വിളിച്ച് പറയാം. ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടുമാറ്റം. ടക്കണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടി ചാടുക. അപ്പം ഞാൻ ഒരു സമയത്ത് ബിഗ് ബോസിന് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു കേട്ടോ. ഏത് ബിഗ് ബോസ് എന്നറിയോ? അഖിൽമാരാർ വിൻ ചെയ്ത ബിഗ് ബോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. നല്ല ഒന്നാന്തരം ഗെയിമറായിരുന്നു. അഖിൽമാരാർ വിൻ ചെയ്തതിന് ശേഷം മുതൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്നടുത്ത് മത്സരിക്കും, ഇന്ന സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി കേട്ടിട്ടില്ലേ? പക്ഷേ എല്ലാത്തിനും ക്ലൈമാക്സ് ആയി അഖിൽമാരാർ മത്സരിക്കുന്നുണ്ട്. അത് NDA സ്ഥാനാർത്ഥിയായിട്ട് കൊട്ടാര കയറിയെന്ന് അല്ലേ? എന്നിട്ട് അഖിൽമാരാര് പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂല്, ഞാൻ 90% ഞാൻ BJP ആയിരുന്നു, 10% ഞാൻ ഇവരായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ മുഴുവനായിട്ട് ഞാൻ BJP അല്ല. കൂടുമാറ്റം പറയുമ്പോഴേ ഇതിനകത്ത് കൂട് മാറാതെ എക്കാലത്തും സ്ഥിരമായി നിന്ന് പാർട്ടിക്ക് വേണ്ടി നിരന്തരം പ്രയത്നിച്ച് എവിടെയൊക്കെ മത്സരിക്കാൻ എത്തുന്നു അവിടെയൊക്കെ ആളുകളെ കൊണ്ടുവരാൻ പറ്റുന്ന, അവർ പറയുന്നത് കേൾക്കുന്ന ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത്. പക്ഷേ ഈ ശോഭാ സുരേന്ദ്രന്റെ ഒരു ശോഭ സ്വന്തം പാർട്ടിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളത്. ആ ഒരു അവർക്കുള്ള ആ ഒരു സ്കില്ലിന് അല്ലെങ്കിൽ ആളെ കൂട്ടാനുള്ള അവരുടെ ഒരു കഴിവിന്, ആൾക്കാർക്കിടയിൽ അവർക്കുള്ള ഒരു സ്വീകാര്യതയെ അത് ഉപയോഗിക്കാൻ പാർട്ടി പലപ്പോഴും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അവരെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ചില സ്ത്രീ ആയതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവുമായിരിക്കാം. ചിലപ്പം പാർട്ടിക്കകത്തുള്ള ചില ഭിന്നതകൾ, വിഭാഗീയതകളിലൊക്കെ എപ്പോഴും ഇരയാക്കപ്പെട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് ശോഭാ സുരേന്ദ്രനെ തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ കൂടുമാറ്റത്തിന്റെ കാര്യം പറയുമ്പോഴേ അതിൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഒരാള് സന്ദീപ് വാര്യറാണ്. അവിടുന്ന് എന്തൊക്കെയാ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നപ്പം ഫുൾ ഒരു ആളുടെ മറ്റേ ഓറേ ചേഞ്ചായി, 1000+ ആക്കി പോകുന്നു. മറ്റേ എന്താ പറയുക, കഫേ ഇടുന്നു, അതിടുന്നു, പരിപാടികൾക്ക് പോകുന്നു. ലൈക്ക് വേറെ മൂഡ് പിടിച്ച് ആ പഴയ എന്താ പറയാ, ആ പഴയ കാലത്തിന്റെ അതെല്ലാം അവിടെ വെച്ച് പുതിയൊരു മനുഷ്യനായി പുതിയൊരു സാധനം ബിൽഡ് ചെയ്ത് വന്നു തോന്നുന്നുണ്ട്. ചെറിയ കാലയളവിൽ ഇവിടെ എത്തി, വളരെ ചെറിയ കാലയളവിൽ തന്നെ ആ ഇടപെടലുകളും ഭയങ്കര പെട്ടെന്നായിരുന്നു പുള്ളിയുടെ ആ ഒരു വളർച്ച എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. BJP കാലയളവൊന്നും എടുത്തില്ലെന്ന് തോന്നുന്നു. സംഘപരിവാറിന്റെ ഒരു കേരളത്തിലെ മുഖം, ഒരു സോഷ്യൽ മീഡിയ മുഖം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു. പക്ഷെ പുള്ളി ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ പുള്ളി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറം വന്നിട്ട് പുള്ളി പലസ്തീന് വേണ്ടി തിരുത്തുന്നു. എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി മനുഷ്യന്മാര് നന്നാവുമല്ലോ സനു, അതിന്റെ ആയിരിക്കും പുള്ളി ജ്യോതികുമാർ ചാമക്കാലയായിട്ടുള്ള ഒരു അടി ഭയങ്കര ഹിറ്റല്ലേ പുള്ളിക്കാരന്റെ? ചാനൽ ഒരു തർക്കം ഉണ്ടാവുന്നുണ്ട്. വന്നവരുടെ ഒരു വൻ ഫൈറ്റ്. അത് പറഞ്ഞു നീ ആരാടാ ഞാൻ ആരാടാ നിൽക്കുന്ന വൻ ഫൈറ്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാലിന്റെ ലൈനിലാണ് പുള്ളിക്കാരൻ തോള് കൈയിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ പുതിയ യുവ നേതാക്കളൊക്കെ ലൈക്ക് അവർക്കൊരു ഓൾഡ് സ്റ്റൈൽ പിന്തുടരുന്ന, ഇപ്പം ഞാൻ പറയുന്നത് ഒരു അപ്പിയറൻസിലൊക്കെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ CPM-ലൊക്കെ പറയുമ്പോഴാണെങ്കിലും ആര്യ, പാനുശ്രീയൊക്കെ പറയുകയാണെങ്കിലും അപ്പം നമ്മളൊക്കെ ഏജൊക്കെ അവർക്ക് വരും തോന്നുള്ളൂ, 25, 26. പക്ഷെ അവരുടെ ഡ്രസ്സിങ് ഒക്കെ എനിക്ക് തോന്നുന്നു, അല്ല അവർക്ക് അതിനുള്ള അവകാശം ഉണ്ട് കേട്ടോ, വേറെ കാര്യം ഞാൻ അഭിപ്രായം പറയുന്നു. അവർ കുറച്ചുകൂടെ പഴയ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്, അങ്ങനെ എനിക്ക് തോന്നുന്നു അവർ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആവണം. ഇപ്പം മഹുവിനെ പോലെ ഒക്കെ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആവണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ നേതാക്കളും ഇപ്പം നമ്മളെ പഴയ മുതിർന്ന നേതാക്കളായാലും അവരൊക്കെ കുറച്ചുകൂടെ സ്റ്റൈലിഷായി ഡ്രസ്സൊക്കെ ചെയ്ത് കുറച്ച് വൈബ് പിടിക്കണം എന്നാണ്. സാരി എന്നൊക്കെ മാറി നമ്മൾ ചർച്ച ചെയ്യില്ലേ? കാരണം നമുക്ക് അതും ചിലപ്പോൾ പ്രശ്നമാവും. നമ്മളത് ഓഡിറ്റ് ചെയ്യുമല്ലോ നിരന്തരം. ഇവർ സോഷ്യൽ ഓഡിറ്റിങ്ങിലൂടെയാണല്ലോ പോകണം. നമ്മളിപ്പോൾ ശൈലജ ടീച്ചറുടെ കണ്ണടയ്ക്ക് ഇത്ര പൈസയായി,
എന്നൊക്കെ പറയുന്ന പോലെ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇവര് ഇടുന്ന ഡ്രസ്സിനെ പറ്റിയും ഇതൊക്കെ നമ്മളും പക്ഷെ ചർച്ച അതൊക്കെ ഓരോ വ്യക്തി താല്പര്യമില്ല. ഇപ്പം മഹുവ മൊയ്ത്ര ആണെങ്കിൽ കഴിഞ്ഞ ഡിസംബറിൽ പുള്ളിക്കാരിയുടെ ഒരു റിവെഞ്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതായത് ഡയാനയ്ക്ക് ഒരു പ്രിൻസസ് ഡയാനയുടെ റിവെഞ്ച് ഡ്രസ്സ് പോലെ പുള്ളിക്കാരിയുടെ ഒരു സ്കാം നടക്കുമ്പോൾ പുള്ളിക്കാരി അതിനെതിരെ സംസാരിക്കാനായിട്ട് വന്ന് ലൂയി വിത്തോൺ ബാഗൊക്കെ വെച്ചിട്ടാണ്. ആ ബാഗ്, ഒരു ലാൽപ്പർ സാരി, ഒരു വലിയ ബിന്തി, ഒരു സ്വാഗ് ഷെയ്ഡ്സ്, ഒരു സ്വാഗ് ലേഡിയാണ്. അങ്ങനെ ഒരു പിന്നെ ആക്ച്വലി ഇത് കുറച്ചു കാലം പറയായിരിക്കും, അത് കഴിയുമ്പോൾ ആളുകൾ അതും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. സോഷ്യലി ഇപ്പൊ നമ്മള് ഖദറിന്റെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാർ ഇങ്ങനെയാണ് പോവേണ്ടത്. ഫെമിനിസ്റ്റുകൾ ഇങ്ങനെ കണ്ണട വെച്ച് വലിയ അറിയില്ലേ, അതാ അങ്ങനെ ചിത്രീകരിച്ചതിനൊരു പ്രശ്നമാണ്. അവർക്കൊക്കെ ലൈക്ക് അവരൊക്കെ പൊതുപ്രവർത്തനം നടത്തുകയും ആൾക്കാരുമായിട്ട് ഇടപഴകി അങ്ങനെ. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഭയങ്കര സുഖകരമായിട്ടുള്ള സുഖകരമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് പുറത്തിറങ്ങുക, ആൾക്കാരുമായിട്ട് സംസാരിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഇതുണ്ട് അവര് അങ്ങനെ രാഷ്ട്രീയക്കാരിലെ അങ്ങനത്തെ രാഹുൽ ഗാന്ധി ഒരു വൈറ്റ് ഷർട്ട്, ഒരു ബ്ലാക്ക് ഷർട്ട്, ഒരു ട്രാക്ക് ഷർട്ട്. പുള്ളിക്കാരെ സിമ്പിൾ മറ്റേ കംഫർട്ടബിൾ ഡ്രസ്സിങ്, കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ് ചെയ്യാന്ന് പറയുന്ന ഒരു ഇതാണെങ്കിൽ രാഹുൽ ഗാന്ധി ടീഷർട്സും ട്രാക്ക് ഷർട്ടൊക്കെ ഇട്ട് വോട്ട് ചോറിനെ കുറിച്ച് സംസാരിക്കുന്നു. ആ വിഷയം ഒന്ന് സീരിയസ് ആണ്. പക്ഷെ പുള്ളി നമുക്കൊരു പ്രശ്നം തോന്നുന്നു. രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നു സ്ത്രീകളായിട്ടുള്ള ആരാധകർ കോമ്പറ്റീറ്റേഴ്സ് ഒരുപാടുണ്ടാവും. എങ്ങനെയൊക്കെ ട്രോൾ ചെയ്യാലോ അത് ഇല്ലാണ്ടാവുന്നില്ല. റീൽസ് കാണാറുണ്ട് മറ്റേ രാഹുൽ ഗാന്ധി ആക്ച്വലി പൊളിറ്റീഷ്യൻ അല്ല, സിനിമാ നടനാവണമായിരുന്നു, മോഡൽ ആവണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. രാഹുൽ ഗാന്ധി ലാസ്റ്റ് ടൈം മറ്റേ പാർലമെന്റിൽ നരവനയുടെ പുസ്തകം കൊണ്ടുവന്ന ദിവസം ബ്ലാക്ക് കളർ ടീഷർട്ടാണ് ഇട്ടത്. സോഷ്യൽ മീഡിയയിൽ എന്ത് ലൈക്ക് പാട്ട് കയറ്റുന്നു, അല്ല പാട്ട് കയറ്റുന്നു, ഒരു കോമ്പറ്റീറ്റർ ആണെന്ന് തോന്നുന്നു. പാട്ട് വെക്കുന്നു, മറ്റേ രാഹുൽ ഗാന്ധി സ്ലോ മോഷനിൽ നടക്കുന്നു. പുള്ളിക്ക് ആരും ഞാൻ പറഞ്ഞില്ല, അന്ന് 2019 സെലിബ്രിറ്റീസ് ആ ഒരു പൂക്കി അല്ലെങ്കിൽ ഒരു ക്യൂട്ടി വൈബ് ഉണ്ടല്ലോ പുള്ളിക്ക്. ശശി തരൂർ മോശമല്ല അല്ലെ പൂക്കി വൈബില്? മോശമല്ല. ശശി തരൂർ ഫാൻ ഗേൾ. ശശി തരൂരിന്റെ സൊഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ്. ശശി തരൂർ എപ്പോഴും ഭയങ്കര ആളെ കൂട്ടാൻ ഭയങ്കര മിടുക്കനാണ്. ഇപ്പം നമ്മൾ ഏത് ലിറ്റററി ഫെസ്റ്റോ എന്തെങ്കിലും പരിപാടിക്ക് ശശി തരൂരിനെ കേൾക്കാനിരിക്കുന്നത് മുഴുവൻ ഇത് യങ് പീപ്പിൾ ആയിരിക്കും. ഒരു കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ആളുകൾ. പുള്ളിക്കാരനെ കേൾക്കാൻ എപ്പോഴും അങ്ങനത്തെ ആളുകളാണ്. പിന്നെ പുള്ളിക്കാരനൊരു ഓറയുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ഭയങ്കര ഇപ്പം പ്രചാരണത്തിനൊക്കെ വണ്ടി കയറി വരുമ്പോൾ പുള്ളിക്കാരൻ അടുത്തോട്ട് വരുമ്പോൾ ഭയങ്കര ഒരു ഓറ 100,000 ആ ഒരു സാധനം ഓറുള്ള ഒരു മനുഷ്യനാണ് ശശി തരൂർ. എനിക്ക് ചിലപ്പം നമ്മളെ മറ്റേ വീഡിയോയില് ജോൺ ബ്രിട്ടാസ് പാർലമെന്റ് സംസാരിക്കുമ്പോൾ മറ്റേ റഹീമിന്റെ അതൊരു പുക്കി വീഡിയോ ആയിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു റഹീം അങ്ങനെ ഒരു ആ തരത്തിലൊക്കെ നോക്കിയൊരു. ഇപ്പൊ നമ്മള് ബ്രിട്ടാസിന്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതും വളരെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ജേണി ആയിരുന്നു തോന്നുന്നു. കാരണം പുള്ളി ആക്ച്വലി CPM-ൽ അത്ര വലിയ ഒരു അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. JB ജംഗ്ഷനിലെ കണ്ട ഒരാളായിരിക്കും അയാൾ ഇവിടെ എന്നുള്ളത് അങ്ങനെ കരുതി. ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു ദിവസം ബ്രിട്ടാസിനെ MP ആക്കാൻ തീരുമാനിക്കുന്നതിന്റെ പുറകെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നു. അതെല്ലാം പിണറായിയുടെ വ്യക്തി താല്പര്യത്തിന് പുറത്താണ് അങ്ങനെ ഒരു പദവി കൊടുക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കുമ്പം വളരെ ഷാർപ്പായിട്ട് അല്ലെങ്കിൽ വളരെ ലൗഡായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ചുരുക്കം ചില CPM-ന്റെ ദേശീയ നേതാക്കളുള്ള ഒരാളാണെന്ന് ജോൺ ബ്രിട്ടാസ്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു മറ്റേ റഹീമിൻ്റെ ചിൽ മൊമെൻറ്റ്. അതായത് ചിലപ്പോൾ അങ്ങനെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ, അതായത് ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരുപാട് നേതാക്കളുണ്ട്, ഒരുപാട് പേർക്ക് വളരെ ഷാർപ്പായിട്ട് പറയാൻ പറ്റുന്ന കാര്യം, പക്ഷെ പറയുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം അദ്ദേഹത്തിന് ഇതിപ്പോൾ നമ്മൾ അടുത്ത് കണ്ടോ ദീപക്കിനെ പോയി കാണുക, പുള്ളിയായിട്ട് സമയം ചെലവഴിക്കുക, പിന്നെ എല്ലാ വിഷയങ്ങളും ആഞ്ഞടിക്കുക. അതായത് വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ ലൈക്ക് ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ, ഇത് ഇന്ന് എനിക്ക് എന്ത് പറയാനുണ്ടോ ഇതെല്ലാം ഇന്ന് പറയാം. ലൈക്ക് ആ തരത്തിലൊരു ഭയങ്കര റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവായിട്ട് ബ്രിട്ടാസ് മാറി എന്നുള്ളത്. അതായത് ആദ്യം എല്ലാവരും ഭയങ്കര സംശയിച്ച് പുള്ളിനെ ബ്രിട്ടാസിനെ കൊണ്ട് എന്ത് പറ്റും എന്ന് ഭയങ്കര സംശയിച്ചിരുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു പിന്നീട് ആ സംശയം മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സംശയം പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എമ്പുരാൻ ഇറങ്ങിയ സമയത്ത്
സുരേഷ് അതിലൊരു ക്യാരക്ടറാണല്ലോ മുന്ന, സുരേഷ് ഗോപി മുന്നയാണ് എന്ന് ഭയങ്കര ലൗഡായിട്ട് ഷാർപ്പായിട്ട് പറഞ്ഞ ഒരാളാണ്. പിന്നെ ഈ അടുത്ത് തന്നെ കേരള സ്റ്റോറി ഇട്ട് പറയുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇതൊരു പ്രൊപ്പഗാൻഡ ഫിലിം അല്ല, ഇതൊരു സെപ്റ്റിക് ടാങ്ക് ഫിലിമാണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അങ്ങനെ ഷാർപ്പായിട്ടും ലൗഡായിട്ടും ഡെയറിംഗ് ആണ്. ഞാൻ എന്താ പറയുക, ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ. ഈ വിഷയത്തെ കുറിച്ച് ഇന്ന് അതുപോലെ ഓരോ വിഷയത്തിൽ സംസാരിക്കാനായിട്ട് മടിയില്ല, എല്ലാത്തിനെ പറ്റിയും പറയും, എല്ലാത്തിനെതിരെയും പ്രതികരിക്കും. അല്ലാണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ പറയണോ അങ്ങനത്തെ ഒരു തോട്ടേ ഇല്ല. ആ പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണോ പുള്ളി അത് പറഞ്ഞിട്ട് പോകും. അത് നേരത്തെ സാധനം സൂചിച്ചത് ഭയങ്കര ലൗഡായിട്ട് സ്ട്രോങ് ആയിട്ട് ആ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കിങ്ങനെ കോരിത്തെരിക്കുന്നില്ല. അതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മടിക്കാണ്. എന്തെങ്കിലും പറയുന്നു എന്നുള്ളതല്ല, പറയേണ്ടത് പറയുന്നു എന്നുള്ളതാണ്. അത് ലൗഡായി പറയുന്നു, ഷാർപ്പായി പറയുന്നു എന്നുള്ളത് തന്നെയാണ്. പൊളിറ്റിക്സ് എങ്ങനെ സാധാരണക്കാരെ സ്വാധീനിക്കുന്നതിൽ എന്തൊക്കെ മാനദണ്ഡമാവാറുണ്ട് എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പം സിനിമയിൽ നിന്ന് വരുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ വരുന്നു, സ്ഥാനാർത്ഥികളാകുമ്പോൾ ഇപ്പോൾ വിജയുടെയൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ സ്വാധീനിക്കും? ഈ താരപദവി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കില്ലുള്ള ആളുകളൊക്കെ സ്ഥാനാർത്ഥികളാകുമ്പോൾ അതെങ്ങനെ വോട്ടർമാരെങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. നമ്മൾ രമ്യ ഹരിദാസ് ജയിച്ച സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് പാട്ടും പാടി ജയിച്ചു എന്നുള്ളത്. അത് പാട്ടാണോ ജനങ്ങളെ സ്വാധീനിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അത് ചിന്തിച്ചിട്ടില്ലേ അങ്ങനെ ഒരു സംഗതി? അത് ആളുകളെ സ്വാധീനിക്കാറുണ്ടോ അങ്ങനത്തെ ഒരു സ്കില്ല് അല്ലെങ്കിൽ താരപദവി എന്നുള്ളത്? പാട്ടിന് ഭയങ്കര സ്വാധീനം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഈ പാട്ട് സ്വാധീനിക്കോ? പോറ്റിയെ കയറ്റി അത് വളരെയധികം അത് സ്വാധീനിച്ചതായിരിക്കാം മേ ബി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത് തോന്നുന്നു. പാട്ടൊരു സ്വാധീനം, കാരണം ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുന്നൊരു അത്ര ഒരു ലൈറ്റ് ആയിട്ടുള്ള സാധനമല്ലേ. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര സ്വാധീനം. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഇത് പറഞ്ഞ പോലെ പോറ്റിയെ കയറ്റിയെ. അതൊരു സാധാരണ പാരഡി ഇപ്പൊ എല്ലാ നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് പാരഡി പാട്ടുണ്ടാക്കില്ലേ, അതുപോലെ സാധാരണ പാരഡി പാട്ടായിട്ട് വന്നതാണല്ലോ. പക്ഷെ പോയി ഇത് അങ്ങ് എത്തിയില്ലേ. എനിക്കൊന്നും പാട്ടിനൊക്കെ അങ്ങനെ ഭയങ്കര ഒരു ഫേവർ ഉണ്ട് എന്നാണ് തോന്നുന്നു. നമുക്കുണ്ട് ഒരു രമ്യ ഹരിദാസ് അല്ലേ, ജീന പാടും. പാടണോ? കിതച്ചെത്തും കാറ്റേ കൊതിച്ച് പൂങ്കാറ്റേ ചിഞ്ചകം ചക്കം ചിഞ്ചകം മണിത്തുമ്പപ്പൂവിൻ തേനും തായോ ചിഞ്ചക ചക്കം ചക്കം ചിഞ്ചകം ഓലോലം കുടിച്ചു പാടാ ഓലക്കം മതിച്ചു നാടാ മണിക്ക ചിറകിലേറാ മാമ്പൂവും തിരഞ്ഞു പാറാ മനസ്സിലൊരു ഉത്സവമല്ലേ മതിമറന്നേറുകയല്ലേ അക്കര നിക്കണ ചക്കരമാവിൽ ഒരിത്തിരി മുത്തടി മണിയുടെ കിങ്ങിണി കെട്ടിയ ചെറു ചെറു കനവുകൾ കൂട് തുറന്നു പറന്നിടും ഒരു ചടി ചെറുകടി പടകവും ഇളകിയ മക്കളവും ഒരു ചെറു കലകവും അതിലൊരു മധുരവും അതുവഴി ഇതുവഴി പല വഴി പരതിയും ഒടുവിൽ അലതുര ചിതറിയ പറകളായി.